പാലക്കാട് വാഹനാപകടം അതീവ ദുഃഖകരമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ദുഃഖകരവും ദാരുണവുമാണ്. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അപകടമാണ്. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കും. ഞാനിപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ തന്നെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ വിവരം അറിയുന്നത്. വളരെ നമ്മളെ നാട്ടിൽ അപകടങ്ങൾ വല്ലാതെ കൂടി വരികയാണ്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, നിലവിൽ ഈ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗതാഗത വകുപ്പ്, അല്ലേ? പക്ഷെ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അല്പം മുമ്പാണ് മന്ത്രി ഗണേഷ് കുമാർ നമ്മോട് ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. അതായത് പാലക്കാട് വാഹനാപകടം അതീവ ദുഃഖകരമാണ്. തനിക്ക് ഇതുമായി അനുശോചനം നടത്തുമ്പോൾ തനിക്ക് വാക്കുകൾ ലഭിക്കുന്നില്ല. എങ്കിൽ പോലും ഈ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ഉടൻ തന്നെ നടത്തും. അതിനുവേണ്ടി പ്രത്യേക സമിതിയെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇതിനായി നിയോഗിക്കും. എന്തായാലും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണ് എന്നത് ഇതുവരെയും നാട്ടുകാർ മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നൊരു ആരോപണം കൂടി മന്ത്രി ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് നിരത്തുകളിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും. ഡ്രൈവർമാരെ ബോധവൽക്കരണം നടത്തുന്ന രീതികളിലൊക്കെ തന്നെയും സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകും. അതോടൊപ്പം ലോറികളുടെ സ്പീഡും ഓവർലോഡും ഡ്രൈവർമാരുടെ മദ്യപാനവുമാണ് ഇത്തരം അപകടങ്ങൾക്കും പ്രധാനമായി കാരണമാകുന്നത് എന്ന ഒരു കാര്യം കൂടി മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്? അതിനെപ്പറ്റി മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, റഷീദ്? പ്രധാനമായും ഈ ലോറി അപകടം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. പ്രധാനമായും പ്രാഥമികമായും അന്വേഷണം നടത്തുന്നത് ഈ അപകടത്തിന് എന്തായിരുന്നു കാരണം, അതോടൊപ്പം ഈ ലോറി ഡ്രൈവർമാർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓവർലോഡിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. അതോടൊപ്പം വാഹനത്തിന്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. എന്തായാലും ഈ ലോറി ഡ്രൈവറും ഒക്കെ തന്നെ ഈ ചികിത്സയിലാണ് ഉള്ളത്. ഇവരെ കാര്യമായി തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചത്. എന്തായാലും വരും മണിക്കൂറുകളിൽ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഉന്നതതല സമിതിക്ക് രൂപം നൽകുകയും അതിന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ അപകടത്തിന്റെ കാരണം വ്യക്തമാക്കും. അതോടൊപ്പം ഇത്തരം അപകടങ്ങൾ കുറക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്തായാലും സർക്കാർ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത്. റഷീദ്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ തടയാൻ പോലീസുമായി ചേർന്ന് ഒരു സംവിധാനം ഒരുക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിലവിൽ നമുക്കറിയാം സംസ്ഥാനത്ത് നിരത്തുകളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. വിവിധ മരണങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തടയുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ എന്തായാലും കൈക്കൊള്ളും. അതിന് പ്രതിബദ്ധത അറിയിക്കുന്നത് തന്നെയാണ് സർക്കാർ. പ്രത്യേകിച്ചും ഇത്തരം ഈ റോഡുകളിൽ നിരത്തുകളിൽ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഈ ലോറികളടക്കം ഈ ജനങ്ങളുടെ മേലിലേക്ക് പാഞ്ഞു കയറുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതൊക്കെ തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു പ്രത്യേക ആപ്പ് തന്നെ സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മന്ത്രി നമ്മോടൊപ്പം കൂട്ടിച്ചേർത്തത്. കാരണം ഈ പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നൽകുന്നതും ഒപ്പം വിദ്യാർത്ഥികൾക്കടക്കം ഇത്തരം ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും മാസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടികളൊക്കെ തന്നെയും ആരംഭിക്കും. സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറക്കുന്നതിനാവശ്യമായ നടപടികൾ, കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. റഷീദ്, ഈ ലോറികളടക്കം സ്പീഡ് ഗവർണർ ഊരിയിടുന്ന രീതി തുടരുകയാണ്. ഇതിലടക്കം ശക്തമായ നടപടി എടുക്കാനുള്ള തീരുമാനവുമുണ്ടല്ലേ? തീർച്ചയായും വർഷം അങ്ങനെ തന്നെയാണ്. ലോറികളിൽ പ്രത്യേകിച്ചും ഈ ദൂര മേഖലകളിലേക്ക് പോകുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ചും നാഷണൽ പെർമിറ്റുകൾ അടക്കമുള്ള ഈ വാഹനങ്ങളൊക്കെ ലോറികളടക്കം തന്നെയും ഓവർ സ്പീഡ് തടയുന്നതിനാവശ്യമായിട്ടുള്ള സ്പീഡോമീറ്ററുകളൊക്കെ തന്നെയും നേരത്തെ സർക്കാർ ഘടിപ്പിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യുന്ന ഒരു പ്രവണത ലോറി ഉടമസ്ഥരുടെ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ചും ഡ്രൈവർമാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് തടയുന്നതിനാവശ്യമായിട്ടുള്ള കർശന നടപടി എന്തായാലും
എന്തായാലും സർക്കാർ സ്വീകരിക്കും. പ്രത്യേകിച്ചും ഇത്തരം ഈ റഡാറുകളൊക്കെ തന്നെയും ഈ ഊരിയിട്ടിട്ടുള്ള അല്ലെങ്കിൽ വിച്ഛേദിച്ചിട്ടുള്ള ലോറികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഈ ടോൾ പാസ് അടക്കമുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. പോലീസിന്റെ സഹായത്തോടു കൂടി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടു കൂടി ഇത്തരം വാഹനങ്ങളിലൊക്കെ തന്നെയും പ്രത്യേകിച്ചും ലോറി വാഹനങ്ങളിലും വലിയ രീതിയിൽ ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തും.